ഹായ്, ഞാൻ ധന്യ. ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പൂരിയാണ്, ബീട്രൂട്ട് പൂരി. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു മീഡിയം സൈസ് ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൽ തൊലി ചെത്തി കട്ട് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് പുഴുങ്ങിയെടുത്തതാണ്. അതിലേക്ക് ഒരു പച്ചമുളകും ഒരു വെളുത്തുള്ളിയും കൂടി ഇട്ട് പുഴുങ്ങിയതിൻ്റെ ബാക്കിയുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നന്നായി അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. അതൊരു ബൗളിലേക്ക് മാറ്റാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ജീരകം ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായി ചതച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കാം. പൂരി നല്ല ക്രിസ്പി ആവുന്നതിനാണ് റവ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ആട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ അല്പം വ്യത്യാസങ്ങൾ വന്നെന്ന് വരും. അല്പാൽപ്പം ചേർത്ത് നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. ചപ്പാത്തിയുടെ മാവിനേക്കാളും അല്പം കൂടി കട്ടിയുള്ള മാവാണ്. അത്രയും സോഫ്റ്റ് ആയിരിക്കില്ല പൂരിക്കുള്ള മാവ്. ഇപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് അടച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ചെറിയ ചെറിയ ബോളുകൾ നമുക്ക് ഉരുട്ടിയെടുക്കാം. നമുക്ക് എത്ര വലിപ്പമുള്ള പൂരിയാണോ ആവശ്യം അതനുസരിച്ചുള്ള ബോൾസ് എടുക്കാം. ഇനി അല്പം ആട്ടയിലോ മൈദയിലോ മൈദപ്പൊടിയിലോ മുക്കി നമുക്ക് റോൾ ചെയ്തെടുക്കാം. ചപ്പാത്തിനേക്കാളും അല്പം കൂടി കട്ടിയുള്ള രീതിയിലാണ് റോൾ ചെയ്തെടുക്കേണ്ടത്. ഇവിടെ ഞാൻ എല്ലാ പൂരിയും റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പൂരി ഉണ്ടാക്കാനായിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം പൂരി ഇട്ട് കൊടുക്കാം. ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നന്നായി പൊങ്ങി വരും. ഒരു വശം ആയി കഴിയുമ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ പൂരി റെഡി ആയിട്ടുണ്ട്. അത് കോരി മാറ്റാം. ഇങ്ങനെ എല്ലാ പൂരികളും വറുത്തെടുക്കാം. ബീട്രൂട്ട് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് കൂടി ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൂരിയാണിത്. നിങ്ങൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു. അടുത്ത റെസിപ്പിയിലൂടെ വീണ്ടും കാണാം.